നമസ്കാരം കൂട്ടുകാരെ, ശുഭദിനം. നല്ലത് വരട്ടെ. നല്ല പ്രവൃത്തികൾ ചെയ്യുക, നന്മകൾ ചെയ്യുക, പോസിറ്റീവുള്ള കാര്യങ്ങൾ ചെയ്യുക. ആർക്കും ഒരു ദോഷവും വരുത്തരുത്. നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചോടെ, അല്ലെങ്കിൽ നല്ലൊരു ദിവസം, അല്ലെങ്കിൽ നല്ല ചിന്തയോടെ രാവിലെ എണീക്കാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും ഒരു പുണ്യപ്രവൃത്തി, ഒരു നേരത്തെ ആഹാരം എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ചിന്തയോടെ ജീവിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഞാൻ ജോബ് വേണമെന്നുള്ള വേക്കൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നല്ല രീതിയിൽ റീച്ചായി. ഭയങ്കരമായിട്ട് മെസ്സേജും കാര്യങ്ങളും, ആൾക്കാർ എന്നെ വിളിച്ചു. ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതല്ല, അറിയാലോ. എനിക്കൊന്ന് 200ഓളം ബയോഡാറ്റ എൻ്റെ വാട്സപ്പിൽ വന്നു. പിന്നെ മാക്സിമം ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ബയോഡാറ്റ അതായത് സ്ഥാപനങ്ങളിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ ഈ ജില്ലകൾ സോർട്ട് ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ടൈം എടുക്കും. എന്തായാലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോൾ വരും. നിങ്ങൾക്ക് ഏത് ജില്ലയാണ് അവർ സോർട്ട് ചെയ്തിട്ട് കോൾ വരും. എന്നെ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറയാൻ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ ഉറപ്പായിട്ട് 100% ഞാൻ തരും. പിന്നെ വന്നിട്ട് അതിൽ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞു, ദുഃഖങ്ങൾ, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് മനുഷ്യനായിട്ട് ഒരു ജന്മം ഉണ്ടെന്നേ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല ഈ ലോകത്ത്. ആർക്കാണ് പ്രശ്നമില്ലാത്ത? 1 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, കോടിക്കണക്കിന് രൂപ കടമുള്ള ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ധൈര്യത്തോടെ നേരിടുക. ഇവിടെ തൂക്കിക്കൊല്ലാനുള്ള നിയമമൊന്നുമില്ലാന്നേ, എല്ലാ ഭൂമിയിൽ കൂടെ വരത്തുള്ളൂ. നമ്മൾ നേരിടുക, പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുക, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. നമ്മൾ ഇതിൽ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ല നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ വീട്ടിൽ അടച്ചിട്ട് റൂമിൽ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ടെൻഷൻ ഒഴിവാക്കുക. എല്ലാ മനുഷ്യനായിട്ട് ഒരു ജമ്മുണ്ട്. 60-70 വയസ്സ് വരെ നമ്മൾ ഈ ലോകത്തുണ്ടാവും. എൻജോയ് ചെയ്ത് ജീവിക്കുക. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അത് നമ്മൾ എല്ലാ ഭൂമിയിൽ കൂടെ, ഇവിടെ വലിയ തൂക്കിക്കൊല്ലാനുള്ള നിയമമൊന്നുമില്ല. കൂടിപ്പോയി ജയിലിൽ കൊണ്ടിടും. അവിടെ 3 നേരം ആഹാരം കഴിച്ച് കിടക്കാമല്ലോ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയെന്നേ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് നല്ല പോസിറ്റീവ് മെസ്സേജാണ് വന്നത്. ഇപ്പം ഇപ്പോൾ എന്നെക്കൊണ്ടാവുന്നൊരു ഹെൽപ്പ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ആ കമൻറ്റിൽ ഒരുപാട് വേക്കൻറ്റ് കാര്യങ്ങൾ ആൾക്കാർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് ജോലിയും കാര്യങ്ങളൊക്കെ അതുവഴി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിലിടയ്ക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് മാത്രം വന്നു. വാട്സപ്പിൽ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഉടായിപ്പാണല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനെന്നുള്ള വ്യക്തി ഉടായിപ്പ് കാണിക്കണമെങ്കിൽ എൻ്റെ ഇത്രയും വർഷം 10-15 വർഷത്തോളം എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐഡിയയിൽ എല്ലാവരും എൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒളി ആക്രമണം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. നല്ലത് മാത്രം ചെയ്യുമോ, നമ്മളെക്കൊണ്ടാവുന്ന ഒരു സഹായം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് പോകണം. ഇത്രയേ ഉള്ളൂ. കൂൾ. എല്ലാം ഓക്കെ ആവും. അതായത് ഞാൻ പറഞ്ഞു തന്നത്, എൻ്റെ സാമ്പത്തികമായി പെട്ട് അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഭാഗ്യദേവതയൊക്കെ തുണച്ച ഒരു നിമിഷം കൊണ്ട് നമ്മളെ ജീവിതം മാറില്ലേ എന്ന് വെച്ചാൽ അത് തന്നെ പ്രതീക്ഷിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആത്മഹത്യ എന്നുള്ളൊരു ചിന്ത നമ്മളെ മൈൻഡിൽ നിന്ന് മാറ്റുക. രാവിലെ എണീക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എണീക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ കൂട്ടുകാരെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.